ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിച്ച വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ നാച്ചുറൽ ആയിട്ട് സ്പാ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് അവർ കെമിക്കൽ ആഡ് ചെയ്ത് ചെയ്തതിന് പകരം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഏതാണോ ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. ഇനി കാച്ചി എണ്ണയാണെങ്കിൽ അതെടുക്കുക. അതിലേക്ക് ഞാൻ എൻ്റെ മുടിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് ഞാൻ ആഡ് ചെയ്തത്. ഞാൻ കുറച്ച് നെല്ലിക്കപ്പൊടിയാണ്, ഞാൻ ഒരുവിധം പാക്കിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ നെല്ലിക്കപ്പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്യൽ. ഇനി നിങ്ങൾക്ക് കരിവേപ്പിലേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചെറിയ ചെറിയ തരി പോലെ വരും. അതിനുശേഷം നമ്മളെ ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കട്ടോ. ചെറിയ തോതിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നമ്മൾ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്തതിനെ കൊണ്ട് തന്നെ അത് വെളിച്ചെണ്ണയിൽ ഒരു പൊടി പോലെ തന്നെ മാറി നിൽക്കും. അപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മളെ മുടീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഷാഫ്റ്റിലേക്കൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാഫ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ അത് അങ്ങനെ ഒന്ന് ജസ്റ്റ് കെട്ടി വെക്കുക. ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ടർക്കി വെച്ചിട്ട് ചെയ്യാം. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ടർക്കി വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ നമ്മളെ സ്റ്റീമർ ഇല്ലേ, കോൾഡൊക്കെ വന്നിട്ട് ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ടാണ്. കുറച്ച് എളുപ്പപ്പണിയാണിത്. അപ്പോൾ ഈ രീതിയിൽ വേണം സ്റ്റീമിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീമിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചൂട് അടുപ്പിച്ച് വെക്കരുത്, കുറച്ച് വിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റീമിങ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത ഓയിലിൻ്റെ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ നമ്മളെ സ്കാൽപ്പിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഷാഫ്റ്റിലേക്കും നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കും. അത് നമ്മൾ ഉപയോഗിച്ച എണ്ണേൻ്റെ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം സ്റ്റീമിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു ടർക്കി ഉപയോഗിച്ച് ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ മതി. സ്റ്റീമിങ് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. ഷാമ്പു വെച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിനെ കൊണ്ട് തന്നെ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്തിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇനി പാക്ക് ചെയ്യാൻ പോകുന്നത്. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെമ്പരത്തി, നമ്മൾ സാധാരണ നാടൻ ചെമ്പരത്തി ഇല്ലേ, അത് ഇലയും പൂവും എടുക്കുക. നിങ്ങൾ കുറച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ അത് നമ്മൾ പിഴിഞ്ഞെടുക്കുക. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ആ കൊഴുപ്പ് ഇറങ്ങും. നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അതിനുശേഷം അത് തരിച്ചെടുക്കുക. തരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താളി തന്നെ ആയിട്ട് കിട്ടും. അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത് മിട്ടാണി മിൽട്ടയാണ്. മിട്ടാണി മിൽട്ടീൻ്റെ പൗഡർ നമ്മൾ ഫേസിൽ മാത്രമല്ല ഹെയർ ഗ്രോത്തിനും സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടി, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മിട്ടാണി മിൽട്ടീനെ നിങ്ങൾ പാക്കറ്റ് എടുത്തിട്ട് അതിലൊരു 2 സ്പൂൺ അളവിൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് മുട്ടയാണ്. നിങ്ങൾക്ക് മുട്ടേൻ്റെ വെള്ളം മാത്രം ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ മുട്ടേനെ 2 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ടൈം എടുക്കും. മിട്ടാണി മിൽട്ടിയും അതുപോലെ തന്നെ എഗ് വൈറ്റ് ഒക്കെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെള്ളം പോലെ കിട്ടും. എന്നിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കട്ടി പേസ്റ്റ് പോലെ അത് മാറും. ഭയങ്കര തിക്കായിട്ടുള്ള കുറച്ചൊരു കട്ടി പേസ്റ്റ് പോലെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഡ്രൈ ആവേണ്ട, ആ ഒരു ഹെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് വേഗം അടുത്ത ലെയറിലേക്ക് കയറി പോവുക ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുശേഷം അത് തൊട്ട് നീക്കിയെടുക്കാനൊന്നും നമുക്ക് കഴിയില്ല. കുറച്ചൊരു ഡ്രൈ ആവുന്ന പോലെ തോന്നും. കുറേ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 15 മിനിറ്റ് തന്നെ ഇത് ഹെയറിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മളെ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ അത് നമുക്ക് അവിടുന്ന് ഇളക്കി എടുത്ത് നീക്കി ചെയ്യാൻ പറ്റില്ല. കുറച്ചൊരു തിക്കായി മാറും. നമ്മൾ എഗ്ഗൊക്കെ പാക്കൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് ഹെയറിൽ ഒരു കട്ടി പോലെ ആയിട്ട് മാറും. നല്ല രീതിയിൽ നിങ്ങളെ മുടിയിലും റൂട്ടിലേക്കും മൊത്തത്തിലാക്കി കൊടുക്കുക. സ്പ്ലിറ്റ് എൻഡ് ഒക്കെ വരുന്ന ആ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ ജസ്റ്റ് മുകളിൽ ഇങ്ങനെ കെട്ടി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഷാമ്പൂ കണ്ടീഷണറും കൂടെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയേണ്ടി വരും. എന്താ വെച്ചാൽ നമ്മൾ മിട്ടാണി മിൽട്ടി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു തണുപ്പ് വരും. അതുപോലെ തന്നെ കുറച്ച് കട്ടിയാകുന്ന പോലെ നിങ്ങൾ ഹെയർ തോന്നും. വെച്ചാൽ നിങ്ങളെ മുടി ഒരിക്കലും ഡ്രൈ ആവില്ല. നമുക്ക് ഇത് നാച്ചുറലായിട്ട് നമുക്ക് സ്പാ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളെ മുടി നല്ല സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആവാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഹെയർ വാഷ് ഒക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ കുറച്ച് സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ നല്ല മഴ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ മഴയുള്ള ടൈമിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി അല്ല നിങ്ങൾ ഒരു വെയിലുള്ള സമയത്തൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.